എൻ്റെ പേര് നൗഷാദ് എന്നാണ്. മലപ്പുറം പൊന്നാനിയാണ്. ഒരു IT കമ്പനിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഏകദേശം ഒരു 3 വർഷത്തിനടുത്തായിട്ട് ഞാൻ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കമ്പനിയുടെ ഭാഗമായി ഇപ്പോൾ കോർ കമ്മിറ്റി മെമ്പർ, അതേപോലെ തന്നെ മാനേജർ പൊസിഷനിലാണ് ഇരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാം കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഈ കമ്പനിയുടെ പ്രൊഡക്റ്റും പ്ലാനും സിസ്റ്റം എല്ലാം കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് എനിക്ക് ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയാൻ പറ്റും. നിങ്ങൾ ആർക്കും ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ചോദിച്ചാലും ഞാൻ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഈ ഒരു IT കമ്പനി 2 രീതിയിലാണ് നമുക്ക് വരുമാനം തരുന്നത്. ഒരെണ്ണം ഒരു മൊബൈൽ റീചാർജിലൂടെ വരുമാനം എൻജോയ് ചെയ്യാൻ പറ്റുന്നു. രണ്ടാമത് ഡിജിറ്റൽ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗിലൂടെ നമുക്കൊരു അൺലിമിറ്റഡ് വരുമാനം എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും മൊബൈൽ റീചാർജിലൂടെ എങ്ങനെയാണ് കമ്പനി നമുക്ക് വരുമാനം തരുന്നത്, നമ്മൾ എന്താണ് അതിൽ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ആദ്യം സംസാരിക്കാം. നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മളും നമ്മുടെ ഫാമിലിയും നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ ഉപയോഗിക്കുന്ന മൊബൈൽ തീർച്ചയായിട്ടും നമ്മൾ ഓരോ മാസവും റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റീചാർജ് ചെയ്യൽ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ റീചാർജ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ അല്ലെങ്കിൽ Paytm അല്ലെങ്കിൽ അത്തരം ആപ്ലിക്കേഷനിലൂടെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, മൊബൈൽ റീചാർജ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്കറിയാം, ഈ റീചാർജ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ അല്ലെങ്കിൽ Paytmന്റെ പ്രോഗ്രാം ആണോ? ഒരിക്കലുമല്ല. നമുക്ക് തരുന്നത് ഒരു സർവീസ് ആണ്. റീചാർജ് എന്ന് പറയുന്നത് BSNL, ജിയോ, എയർടെൽ, VI അത്തരം കമ്പനികളുടെ പ്രോഗ്രാമാണ്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് നോക്കാം. ആരെല്ലാം സർവീസ് കൊടുക്കുന്നുണ്ടോ അവർക്കെല്ലാം നല്ലൊരു വരുമാനം എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഗൂഗിൾ പേയിലൂടെ നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ, ഫോൺ പേയിലൂടെ നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ, Paytmലൂടെ നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ ഓരോ റീചാർജിനും എന്തുണ്ട്, BSNL വരുമാനം കൊടുക്കുന്നുണ്ട്, എയർടെൽ കൊടുക്കുന്നുണ്ട്, VI കൊടുക്കുന്നുണ്ട്. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, നമ്മൾ ചെയ്യുന്ന ഓരോ റീചാർജിനും മിനിമം ഒരു 5 രൂപ വെച്ച് കിട്ടുന്നുണ്ടെങ്കിൽ, നമ്മുടെ വീടുകളിൽ മിനിമം ഒരു 5 മൊബൈൽ റീചാർജ് ഉണ്ടെങ്കിൽ 5 × 5 25 രൂപ ഓരോ 28 ദിവസം കൂടുമ്പോഴും നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഗൂഗിൾ പേക്കും അല്ലെങ്കിൽ ഫോൺ പേക്കും അല്ലെങ്കിൽ Paytmനും അല്ലെങ്കിൽ മറ്റു പല കമ്പനിയുടെ ആപ്ലിക്കേഷനിലൂടെ റീചാർജ് ചെയ്യുമ്പോൾ മിനിമം 5 രൂപയെങ്കിൽ 5 × 5 25 രൂപ കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, ഇന്ന് നമുക്കൊക്കെ അറിയാം, 1 രൂപ 90 പൈസ ഗൂഗിൾ പേ അധികമായിട്ട് വാങ്ങിക്കുന്നില്ലേ ഒരു റീചാർജിന്? ഫോൺ പേ മിനിമം 2 രൂപ വെച്ച് വാങ്ങിക്കുന്നില്ലേ? Paytm മിനിമം നമുക്ക് എത്ര രൂപ? 1 രൂപ മുതൽ 6 രൂപ വരെ Paytm വാങ്ങിക്കുന്നുണ്ട് മൊബൈൽ റീചാർജിന്. അങ്ങനെയാണെങ്കിൽ അവിടെയും നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ വീട്ടിൽ ഒരു 5 മൊബൈൽ റീചാർജ് ഉണ്ടെങ്കിൽ 5 × 190, അങ്ങനെയും ഒരു 10 രൂപ നമ്മളിൽ നിന്ന് ഓരോ മാസവും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. കോടിക്കണക്കിന് റീചാർജുകൾ × 190. ഗൂഗിൾ പേയുടെ വരുമാനം എന്തായി? ഈ ഒരു എക്സ്ട്രാ ചാർജ് മാത്രം എടുക്കുന്നത്. അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം. 25 വർഷം കഴിഞ്ഞു, 26ാമത്തെ വർഷത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന IT കമ്പനി ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കയിലും ഒക്കെ ചെറുതും വലുതുമായ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കൊക്കെ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകളും മൊബൈൽ ആപ്ലിക്കേഷനും നിർമ്മിച്ച് സർവീസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു IT കമ്പനി. ഇന്റഗ്ര എന്ന ബ്രാൻഡിൽ അറിയപ്പെടുന്ന ഈ ഒരു IT കമ്പനി സ്വന്തമായി നിർമ്മിച്ച ഒരു സേവ് ആപ്പ് എന്ന് പറയുന്ന ഒരു പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷനിലൂടെ നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ ഒരു പൈസ പോലും നമ്മൾ അധികമായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എത്ര രൂപയുടെ മൊബൈൽ റീചാർജ് ആണോ ചെയ്യുന്നത് അത് മാത്രം കൊടുത്തുകൊണ്ട് നമ്മൾക്ക് റീചാർജ് ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല, ഗൂഗിൾ പേക്കും ഫോൺ പേക്കും Paytmനും അതേപോലെ സർവീസ് കൊടുക്കുന്ന എല്ലാ കമ്പനികൾക്കും വരുമാനം കിട്ടുന്നത് പോലെ നമ്മുടെ ഈ ഒരു സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന IT കമ്പനിക്കും ജിയോയും എയർടെലും BSNL എല്ലാം എന്ത് കൊടുക്കുന്നുണ്ട്? ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളും നമ്മുടെ ഫാമിലിയും നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ
മൊബൈൽ റീചാർജ് ചെയ്യുന്നത് മറ്റു പല ആപ്ലിക്കേഷനിലൂടെ ചെയ്യുന്നതിന് പകരം ഇനി മുതൽ നമ്മുടെ ഈ ഒരു സേവ് ആപ്പിലൂടെ മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ നമ്മുടെ കമ്പനിക്ക് വരുമാനം കിട്ടുന്നു. അതിന്റെ 90% സേവ് ആപ്പ് ആരൊക്കെയാണോ ഉപയോഗിക്കുന്നത്, ആരൊക്കെയാണോ മാർക്കറ്റ് ചെയ്യുന്നത്, അവരിലേക്ക് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്നു പലതരത്തിലായിട്ട്. അതെല്ലാം ഞാൻ പ്ലാനിൽ കൃത്യമായിട്ട് ഞാൻ പറയാം. തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റി കമ്പനി എങ്ങനെയാണ് നമുക്ക് ഇൻകം തരുന്നത്, റീചാർജിന്റെ ബെനിഫിറ്റ്. ഒരാളും ഒരു പൈസ പോലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണ്ട, ചെയ്യിപ്പിക്കേണ്ട. ഒരാള് ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണ്ട, ചെയ്യിപ്പിക്കേണ്ട. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ മൊബൈൽ റീചാർജിലൂടെ നമുക്ക് ഒരു പൈസ പോലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും വേണ്ട, ചെയ്യിപ്പിക്കുകയും വേണ്ട, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതുകൂടാതെ ഞാൻ പറഞ്ഞു ഡിജിറ്റൽ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ്. കമ്പനി സ്വന്തമായി തയ്യാറാക്കിയ 2 പ്രൊഡക്റ്റാണ് മാർക്കറ്റിൽ അവതരിപ്പിക്കുന്നത്. ഒരെണ്ണം പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ, രണ്ടാമത് വണ്ടർ മാക്സ് എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻ ആണ്. പേഴ്സണൽ മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ മണി മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ്, പേഴ്സണാലിറ്റി, അങ്ങനെ A to Z ടോട്ടൽ 16ഓളം ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. എല്ലാ ഭാഷകളിലും ഉപയോഗിക്കാൻ പറ്റും. ഏത് കുട്ടികൾക്കും എത്ര ഏജുള്ള ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റും. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്? ഒരു സാമ്പത്തിക അച്ചടക്കമാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് നമ്മുടെ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ്. ഞാൻ ലാസ്റ്റ് ടൈം കൃത്യമായിട്ട് അതിൽ അടങ്ങിയിട്ടുള്ള, അത് ഉപയോഗിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റം കൊണ്ടുവരാൻ പറ്റും, ടൈമിനനുസരിച്ച് ഞാൻ ലാസ്റ്റ് ഞാൻ പറയാം. ഒരു പ്രൊഡക്റ്റ് പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ. രണ്ടാമത് വണ്ടർ മാക്സ്, നമ്മുടെ കുട്ടികൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇഷ്ടത്തോടു കൂടി പഠിക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരേ ഒരു ആപ്ലിക്കേഷനുള്ളില് 5 മുതൽ 10 വരെയുള്ള കുട്ടികൾക്ക് സ്റ്റേറ്റും CBSE കവർ ചെയ്യുന്ന മാത്സ് വളരെ ഇഷ്ടത്തോടു കൂടി പഠിക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യയിലെ നമ്പർ 1 ടീച്ചേഴ്സുകൾ ക്ലാസ് എടുക്കുന്ന വീഡിയോ, ടെക്സ്റ്റ്, PDF, IIT ഫൗണ്ടേഷൻ സ്കോളർഷിപ്പ് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇങ്ങനെ 2 പ്രൊഡക്റ്റ് ഉണ്ട്. ഈ 2 പ്രൊഡക്റ്റ് നമുക്ക് മാർക്കറ്റ് ചെയ്ത് വരുമാനം ഉണ്ടാക്കാം. ഈ 2 പ്രൊഡക്റ്റിന്റെ 85 മുതൽ 90% ഈ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം മാർക്കറ്റ് ചെയ്യുന്നവരിലേക്ക് നെക്സ്റ്റ് ഡേ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. അപ്പൊ ഏതെല്ലാം തരത്തിൽ നമുക്ക് ഈ കമ്പനിയുമായിട്ട് ഇനി അസോസിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. കമ്പനി പറയുന്നു 26ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന ഈ ഒരു IT കമ്പനിയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യാണ് ഫ്രീ യൂസർ, അല്ലെങ്കിൽ ആക്റ്റീവ് യൂസർ, അല്ലെങ്കിൽ ഫാമിലി യൂസർ. ഫ്രീ യൂസർ അല്ലെങ്കിൽ ആക്റ്റീവ് യൂസർ അല്ലെങ്കിൽ ഫാമിലി യൂസർ ആരാണ് സെലക്ട് ചെയ്യുന്നത്? നമ്മൾ ഓരോരുത്തരാണ്. അത് എന്തൊക്കെയാണ്, ഏതെല്ലാം തരത്തിലാണ് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ കൃത്യമായിട്ട് ഞാൻ പറയാം. നിങ്ങൾ എല്ലാവരും സ്ക്രീന് കൃത്യമായിട്ടൊന്ന് നോക്കുക. ഓക്കെ, നമുക്കറിയാം ഏതൊരാൾക്കും ഒരു റഫർ ലിങ്ക് കിട്ടുന്നു, അതിലൂടെ രജിസ്ട്രേഷൻ ചെയ്യുന്നു, പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ മൊബൈൽ റീചാർജ് അല്ലെങ്കിൽ DTH റീചാർജ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രോഗ്രാം ആരംഭിക്കുന്നു. ഏതൊരാളും ഫസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ തന്നെ എന്താണ് സംഭവിക്കുന്നത്? രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 50 രൂപ ക്യാഷ് ബോണസ് ആയിട്ട് ലഭിക്കുകയാണ്. 50 രൂപ. അതുകൂടാതെ ഏതെങ്കിലും ഒരു എമൗണ്ടിന്റെ റീചാർജ് ചെയ്യുമ്പോൾ 49 രൂപ കൂടി നമുക്ക് ലഭിക്കുകയാണ്. 49 രൂപ കൂടി ലഭിക്കുന്നു. അതുകൂടാതെ കമ്പനി നമുക്കൊരു 500 പർച്ചേസ് പോയിന്റ് തരികയാണ്. 500 പർച്ചേസ് പോയിന്റ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച്, അത് ആ 500 പർച്ചേസ് പോയിന്റ് കൊണ്ട് നമുക്ക് എന്താണ് ഉപയോഗം എന്നുള്ളത് അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്നുള്ളതിനെ കുറിച്ച് ലാസ്റ്റ് ടൈം ഞാൻ പറയുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ക്യാഷ് ബാക്ക് ഉണ്ട്. നമുക്ക് എത്ര റീചാർജ് വേണമെങ്കിലും നമ്മുടെ ഈ ഒരു സേവ് ആപ്പിലൂടെ ചെയ്തു കൊടുക്കാം.
അങ്ങനെ ഓരോ റീചാർജിനും നമുക്ക് എന്തുണ്ട്? 20% ക്യാഷ് ബാക്ക് ആണ്. കമ്പനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 20% നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് ലഭിക്കുന്നു. നെക്സ്റ്റ്, ഈ ഒരു പ്രോഗ്രാം നമ്മൾ ഒരു ഫ്രീ യൂസർ ആയിട്ട് കടന്നു വന്നു. നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം? റഫർ ചെയ്യാം. നമ്മൾ ഡയറക്റ്റ് ഒരാൾക്കോ 2 പേർക്കോ 10 പേർക്കോ 100 പേർക്കോ എത്ര പേർക്ക് വേണമെങ്കിലും കൊടുക്കാം. നമ്മൾ ഡയറക്റ്റ് കൊടുക്കുന്നതൊക്കെ നമ്മുടെ ഒന്നാമത്തെ ലെവലാണ്, ഫസ്റ്റ് ലെവലാണ്. അതിൽ നിന്ന് ആരംഭിക്കുന്ന 20 ലെവൽ, 20 ലെവൽ നമുക്ക് എന്തുണ്ട്? ലെവലിംഗും കിട്ടുകയാണ്. കമ്പനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 1% വെച്ച് ഒന്നാമത്തെ ലെവലിലും 2ാമത്തെ ലെവലിലും 3ാമത്തെ ലെവലിലും 4ാമത്തെ ലെവലിലും 5ാമത്തെ ലെവലിലും അങ്ങനെ 20 ലെവലിലും 1% വെച്ച് ടോട്ടൽ 20% എൻജോയ് ചെയ്യാൻ പറ്റുന്നു. ആർക്ക്? ഒരു ഫ്രീ യൂസർക്ക്. ഒരു പൈസ പോലും ആക്ടിവേഷൻ കോസ്റ്റ് കൊടുക്കാതെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പറയുന്നത്. സിമ്പിൾ ആയിട്ട് ഞാൻ പറയാണ്, നമ്മൾക്ക് കിട്ടിയ ഈ ഒരു അവസരം നമ്മൾ വെറും 2 പേർക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ റഫർ ലിങ്ക് കൊടുക്കുന്നു, അവരെ കൊണ്ട് രജിസ്ട്രേഷൻ ചെയ്യിപ്പിക്കുന്നു, അവരെ കൊണ്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യിപ്പിക്കുന്നു, അവരെ കൊണ്ട് ഓരോ റീചാർജ് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമ്മൾ ചെയ്യിപ്പിക്കുന്നു, അവരുടെ റഫർ ലിങ്ക് എടുത്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നു. 2 പേർക്ക് കൊടുത്ത് അങ്ങനെ വരുന്ന ഓരോരുത്തരും ഈ 2 പേർക്ക് റഫർ ചെയ്തുകൊണ്ട് എല്ലാവരും ഓരോ റീചാർജ് ചെയ്ത് മുന്നോട്ട് പോയാൽ പോലും ഒരു 20 ലെവൽ ടീമിൽ നിന്ന് കിട്ടുന്ന ലെവലിംഗത്തിന്റെ സാധ്യത 1,46,800 രൂപയാണ്. വെറും 2 പേരിൽ നിന്ന് ആരംഭിക്കുമ്പോ നമുക്ക് തീരുമാനിക്കാം 2ൽ നിന്ന് പോകണോ, 3ൽ നിന്ന് പോകണോ, 10ൽ നിന്ന് പോകണോ എന്നുള്ളതൊക്കെ നമുക്ക് തീരുമാനിക്കാം. ഇങ്ങനെ കറക്റ്റ് വരണം എന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. അതേപോലെ റൈറ്റ് വരണം, ലെഫ്റ്റ് വരണം, അങ്ങനൊന്നുമില്ല. ഒരു സിംഗിൾ ലൈൻ പോയാൽ പോലും കിട്ടുന്ന ഒരു ഇൻകാണ് റീചാർജിന്റെ ലെവൽ ഇൻകം. മിനിമം 250 രൂപ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടുന്ന കാശാണ്. മിനിമം 250 രൂപ ആയി കഴിഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നു. നെക്സ്റ്റ്, ആക്റ്റീവ് യൂസർ. ഞാൻ പറഞ്ഞു ഫ്രീ യൂസർ, മൊബൈൽ റീചാർജിലൂടെ കിട്ടുന്ന വരുമാനം. ഇനി ആക്റ്റീവ് യൂസർ എന്താണ്? ആക്റ്റീവ് യൂസർ ആവാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആക്റ്റീവ് യൂസർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഏതെല്ലാം തരത്തിൽ ബെനിഫിറ്റ് എൻജോയ് ചെയ്യാം? തീർച്ചയായിട്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. 26ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന IT കമ്പനിയുടെ ഡിജിറ്റൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക്, അതുമല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗിലേക്ക് നമ്മൾ ഈ കടന്നു വരികയാണെങ്കിൽ കമ്പനി അവതരിപ്പിക്കുന്ന 2 ഡിജിറ്റൽ പ്രൊഡക്റ്റ്, ഒരെണ്ണം പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ, 2ാമത് വണ്ടർ മാക്സ് ഒരു എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻ. ഇതിൽ 2ൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ പർച്ചേസ് ചെയ്തുകൊണ്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരികയാണെങ്കിൽ പേഴ്സണൽ മാനേജ്മെന്റ് വാങ്ങിക്കാൻ വരുന്ന എമൗണ്ട് എത്രയാണ്? 3,999 രൂപ പ്ലസ് 18% GST കൊടുത്തുകൊണ്ട് ടോട്ടൽ 4,719 രൂപ. വണ്ടർ മാക്സ് ആണെങ്കിൽ 5,000 പ്ലസ് GST 5,900. ഇതിൽ 2ൽ ഏതെങ്കിലും ഒരെണ്ണം വാങ്ങിച്ചാൽ നമ്മൾ ആക്റ്റീവ് യൂസർ ആകുന്നു. നമ്മൾ അങ്ങനെ ആക്റ്റീവ് യൂസർ ആയതിനു ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? കൃത്യമായിട്ട് ഞാൻ പറയാണ് കേട്ടോ, നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കാം. നമ്മൾ വാങ്ങിക്കുന്ന ആപ്ലിക്കേഷൻ എന്താണോ അത് നമുക്ക് ലൈഫ് ടൈം ഉപയോഗിക്കാം. നമുക്ക് ലൈഫ് ടൈം ഉപയോഗിക്കാം. അതേപോലെ തന്നെ കമ്പനി നമുക്ക് വേറെ എന്തൊക്കെയാണ് ബെനിഫിറ്റ് തരുന്നത്? കമ്പനി നമ്മൾ ആരാണ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഏതെങ്കിലും തരത്തിൽ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ, മാർക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി നമുക്കൊരു മിനി വെബ്സൈറ്റ് തരികയാണ് ഗിഫ്റ്റ് ആയിട്ട്. നമ്മൾ ഏതെങ്കിലും കമ്പനി പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഫാസ്റ്റ് ആയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കമ്പനി ഒരു ഡിജിറ്റൽ വെബ് കാർഡ് അല്ലെങ്കിൽ ഒരു മിനി വെബ്സൈറ്റ് നമുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ നമ്മൾ തന്നെ ആയിരിക്കും അതിന്റെ അഡ്മിൻ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കമ്പനിയുടെ ടോട്ടൽ പ്രൊഫൈല്, അതിന്റെ വീഡിയോസുകള്, അതിന്റെ ഫോട്ടോസുകൾ, പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസുകൾ, കറണ്ട് ലൊക്കേഷൻ, അതേപോലെ തന്നെ നമ്മുടെ പേയ്മെന്റ് ഇൻഫർമേഷൻ, ഗൂഗിൾ പേ നമ്പർ, ഫോൺ പേ നമ്പർ, QR കോഡ്, അതുകൂടാതെ നമ്മുടെ സോഷ്യൽ മീഡിയ ലിങ്കുകൾ, ഇതെല്ലാം കൊടുത്തുകൊണ്ട് നമ്മൾക്ക് ഡെയിലി ബേസിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തില് നമ്മൾ 100, 200, 1000, 10,000 ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നമ്മുടെ ഒരു
വെബ്സൈറ്റിന്റെ ലിങ്ക് ഒരു വൺ ടൈം അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ആ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ലൈവ് പ്രോഗ്രാമുകളൊക്കെ അവർക്ക് കാണാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു മിനി വെബ്സൈറ്റ് ആണ് കമ്പനി നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നത്. അതുകൂടാതെ ഒരു 4500 പർച്ചേസ് പോയിന്റ് തരുന്നുണ്ട്. അതുകൂടാതെ ഫ്രീ ബിസിനസ് ഓപ്പർച്യൂണിറ്റി, 4 ടൈപ്പ് ഓഫ് വർക്കിംഗ് ഇൻകം നമുക്ക് എൻജോയ് ചെയ്യാം. ഡബിൾ യുവർ റീചാർജ് ലെവൽ ഇൻകം. നമുക്ക് ഒരു ആക്റ്റീവ് യൂസർ ആയതിന്റെ പേരിൽ ഫ്രീ യൂസർക്ക് കിട്ടുന്നത് 1%, ഇവിടെ ഒരു ആക്റ്റീവ് യൂസർ ആയതിന്റെ പേരിൽ 2% 20 ലെവൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കൂടി നമുക്ക് കമ്പനി തരികയാണ്. ഏതെല്ലാം തരത്തിലാണ് വരുമാനം? പേഴ്സണൽ സെയിൽസ് കമ്മീഷൻ, റഫറൽ ഇൻകം, രണ്ടാമത് ജനറേഷൻ സെയിൽസ് ഇൻസെന്റീവ്, നമ്മുടെ ഡൗൺലൈനിൽ നടക്കുന്ന ആക്ടിവേഷൻ നടക്കുമ്പോൾ കിട്ടുന്ന ലെവൽ ഇൻകം, മൂന്നാമത് ടീം ബിൽഡിംഗ് കമ്മീഷൻ, നമ്മുടെ ടീം ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇൻകം ആണ്. അതിന് ബൈനറി ഇൻകം അല്ലെങ്കിൽ മാച്ചിങ് ഇൻകം എന്നെല്ലാം നമ്മൾക്ക് പറയാം. അതുകൂടാതെ ടീം വോളിയം ഇൻസെന്റീവ്, റാങ്ക് ഇൻസെന്റീവുകൾ, ഡബിൾ യുവർ റീചാർജ് ലെവൽ ഇൻകം. തീർച്ചയായിട്ടും കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താണെന്ന് ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ് കേട്ടോ. പേഴ്സണൽ സെയിൽസ് കമ്മീഷൻ 800 രൂപയാണ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾക്ക് എത്ര പേർക്ക് വേണമെങ്കിലും റെഫർ ചെയ്യാം, അങ്ങനെ ലിമിറ്റ് ഒന്നുമില്ല. നമ്മൾക്ക് ഡയറക്റ്റ് എത്ര പേർക്കാണോ കൊടുക്കുന്നത് അതിൽ നിന്ന് ഓരോന്നിനും നമുക്ക് 800 രൂപ വെച്ച് റെഫറൽ കമ്മീഷൻ കിട്ടുകയാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, നമ്മുടെ ഈ ഒരു സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന IT കമ്പനിയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട്, ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി അതിലേക്ക് നമ്മൾ കടന്നു വന്ന് അതേപോലെ നമ്മൾ എത്ര പേർക്ക് വേണമെങ്കിലും റെഫർ ചെയ്യുമ്പോൾ 800 റുപ്പീസ് നമ്മുടെ റെഫറൽ കമ്മീഷനാണ്. എപ്പോഴാണ് കിട്ടുന്നത്? നെക്സ്റ്റ് ഡേ ബാങ്ക് ടൈം നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടും അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ കൊടുക്കുന്നത് എന്താണ്? ഒരു അവസരമാണ്, ഒരു IT കമ്പനിയുടെ ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ 2 പ്രൊഡക്റ്റിൽ നിന്ന് ഏതെങ്കിലും പ്രൊഡക്റ്റ് കൊടുക്കുന്നു അല്ലേ? അതിന്റെ GST ബില്ല് കിട്ടുന്നുണ്ട്. ലൈഫ് ടൈം ഈ ആപ്ലിക്കേഷൻ അവർക്ക് ഉപയോഗിക്കാം. അതുകൂടാതെ അവർക്ക് ഒരു മിനി വെബ്സൈറ്റ് കിട്ടുന്നുണ്ട്, ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ, കടന്നു വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് 800 രൂപയാണെങ്കിൽ രണ്ടാമത്തെ ഇൻകത്തിന്റെ സാധ്യത എന്താണെന്ന് കൃത്യമായിട്ട് നോക്കാം. കമ്പനി പറയുന്നു രണ്ടാമത്തെ ഇൻകം ജനറേഷൻ സെയിൽസ് ഇൻസെന്റീവ് ലെവൽ ഇൻകം, 13 ലെവൽ ഇൻകം എൻജോയ് ചെയ്യാം. ഒന്നാമത്തെ ലെവൽ ഇൻകം എത്രയാണ്? 50 രൂപ. രണ്ടാമത്തെ ലെവൽ ഇൻകം എത്രയാണ്? 10 രൂപ. മൂന്നാമത്തെ ലെവൽ ഇൻകം 20 രൂപ. നാലാമത്തെ ലെവൽ ഇൻകം 30 രൂപ. അങ്ങനെ വീണ്ടും 10, 20, 30, വീണ്ടും 10, 20, 30, വീണ്ടും 10, 20, 30. 13ാമത്തെ ലെവൽ വരുന്നത് 30 രൂപയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. ഒരു സിംഗിൾ ലൈൻ പോയാൽ പോലും കിട്ടുന്ന ഇങ്കാണ്, ഒരു അൺലിമിറ്റഡ് ഇങ്കാണ് ഇത്. നമ്മൾ ഒരിക്കലും ഈ 10, 20, 30 കാണുന്നത് ചെറുതായിട്ട് കാണേണ്ട, വലിയൊരു സാധ്യതയുള്ള ഒരു ഇൻകം തന്നെയാണ്. നമ്മൾ ഒരേ ഒരാൾക്ക് റെഫർ ചെയ്യുമ്പോൾ 800 രൂപ റെഫറൽ ഇൻകം പ്ലസ് 50 ഫസ്റ്റ് ലെവൽ ഇൻകം, 850 രൂപ നമുക്ക് സ്പോട്ടിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നു. നമ്മൾ ഒരേ ഒരാളെ കൊടുത്തിട്ടുള്ളെങ്കിൽ പോലും അവർ ഈ കമ്പനിയെ കുറിച്ച് പഠിക്കുന്നു, ഈ കമ്പനിയുടെ പ്രൊഡക്റ്റും പ്ലാനും സിസ്റ്റം ഒക്കെ പഠിച്ച് അങ്ങോട്ട് ബിസിനസ് ഏറ്റെടുക്കുകയാണെങ്കിൽ നമ്മുടെ ലെവൽ ഇൻകം കിട്ടുന്നതിന് യാതൊരു തടസ്സമില്ല. നമ്മൾക്ക് ഇത്ര പേരെ കൊണ്ടുവന്നാലാണ് 13 ലെവലിൽ കിട്ടുള്ളൂ, അങ്ങനൊന്നും ഇല്ല കേട്ടോ. ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ഈ ഒരു സ്ക്രീന് കൃത്യമായി നോക്കിയാൽ മനസ്സിലാക്കാം നമുക്ക്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാമിനേക്കാൾ കൂടുതൽ വലിയ രീതിയിൽ ഇൻകം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് പ്ലാൻ ആണ് ഈ കമ്പനിയുടെ ഈ ഒരു മാർക്കറ്റിംഗ് പ്ലാൻ. കൃത്യമായി ശ്രദ്ധിക്കാം. നമ്മൾ ഒരു 4 പേർക്ക് ഈ ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണെങ്കിൽ, 4 പേരിൽ നിന്ന് ആരംഭിക്കുന്ന ഓരോരുത്തരും ഒരു 4 പേർക്ക് ഈ ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ 13 ലെവൽ ഇൻകം മാത്രം കിട്ടുന്നത് 242 കോടി രൂപയിലേക്ക് എത്താൻ പറ്റുന്ന ലെവൽ പ്ലാൻ ആണ്. സിംഗിൾ ലൈൻ പോയാൽ പോലും. ഒന്നും കൂടിയും പറയാം, നമ്മൾ ഒരു 4 പേർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണെങ്കിൽ, 4 പേരെ കൂടെ നിർത്തുകയാണെങ്കിൽ, 4 പേരെ പഠിപ്പിക്കുകയാണെങ്കിൽ, നമ്മൾ ഒരു ആക്റ്റീവ് യൂസർ ആയിട്ട് വന്നിട്ട് അതേപോലെ 4 പേർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ 4 പേരിൽ നിന്ന് കിട്ടുന്ന റഫറൽ ഇൻകം എത്രയാണ്? 4 × 800 3200 രൂപ. 4 × 50 ലെവൽ ഇൻകം വെച്ചിട്ടാണെങ്കിൽ
200 രൂപ കിട്ടുന്നു. 3200 പ്ലസ് 200 3400 അതേപോലെ തന്നെ കമ്പനി നെക്സ്റ്റ് ഒരു ഇൻകം നമുക്ക് അവിടെ തരുന്നുണ്ട്. ഒരു 400 രൂപ വെച്ച് ടീം ബിൽഡിംഗ് കമ്മീഷനായിട്ട് ഒരു 800 രൂപ വെച്ച് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. 2 ടീം ബിൽഡിംഗ് കമ്മീഷനായിട്ട് ടോട്ടൽ പറയുകയാണെങ്കിൽ വെറും 4 പേർക്ക് ഈ ഒരു അവസരം കൊടുത്തിട്ടുണ്ടെങ്കിൽ 4200 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ്. ഇതേ ഫോളോ അപ്പ്, ഇതേ മെത്തേഡ് നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. 4 പേർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുമ്പോൾ വെറും ഒരു 18,000 19,000 രൂപയുടെ ഉള്ളിലുള്ള ഒരു വോളിയം വരുന്നുള്ളൂ. വെറും 19,000 രൂപയുടെ ഉള്ളിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വെറും 4 പേർക്കായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ 4200 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രോഗ്രാം പങ്കെടുക്കുന്ന ഓരോരുത്തരും ഒന്ന് മനസ്സിലാക്കുക. നമ്മൾ കടന്നു വന്ന് 4 പേരെ കൂടെ നിർത്തി പഠിപ്പിച്ച് കൂടെ നിർത്തി ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ലെവലിംഗത്തിന്റെ സാധ്യത മാത്രം ഇതാണെങ്കിൽ ആ 4 പേർക്ക് വളരെ പവർഫുൾ ആയിട്ട് ബിസിനസ് ഏറ്റെടുത്തവരാണെങ്കിൽ നമ്മുടെ റഫറലിംഗും നമ്മുടെ ലെവലിംഗും നമ്മുടെ മാച്ചിങ്ങും നമ്മുടെ റാങ്ക് ഇൻസെന്റീവുകളും വലിയൊരു സാധ്യത തന്നെയാണ്. ഒരു സംശയവും ഇല്ല കേട്ടോ. ഇതാണ് നമ്മുടെ ലെവലിംഗ് ഇൻകം എങ്കിൽ. മൂന്നാമത്തതാണ് ടീം ബിൽഡിംഗ് കമ്മീഷൻ. 400 രൂപയാണ് ഓരോ ടീം ബിൽഡ് ചെയ്യുമ്പോഴും കിട്ടുന്നത്. ഓരോ ടീം ബിൽഡ് ചെയ്യുമ്പോഴും നമ്മുടെ ബൈനറി ഇൻകം എത്രയാണ്? 400 രൂപ. 400 രൂപയിൽ നിന്ന് 600 രൂപയിലേക്ക് എത്തുന്നുണ്ട് ഓരോ പെർ മാച്ചിങ്ങിന്. മിനിമം നമുക്കൊരു 10,000 രൂപ അതിനൊരു സീലിംഗ് വെച്ചിട്ടുണ്ട്. 10,000 രൂപ മുതൽ 15,000 രൂപ വരെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നു ഒരേ ഒരു ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്ത് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ. നാലാമത്തെ ഇൻകം എന്താണെന്ന് നോക്കാം. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻകാണ്. കമ്പനി പറയാണ് റാങ്ക് ആൻഡ് ഇൻസെന്റീവ്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ വേറൊരു പേരുണ്ട്, ഇൻസെന്റീവ് ലോട്ട് ബൈനറി. ഇൻസെന്റീവ് ലോട്ട് ബൈനറി നമ്മുടെ ബൈനറിയുടെ സെയിം വോളിയം വെച്ചിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു ഇൻകമാണ്. കമ്പനിയുടെ ഒരു റാങ്കിലേക്ക് എത്തുമ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഇൻസെന്റീവുകൾ. 14 റാങ്ക് ഉണ്ട്. ഓരോ റാങ്ക് അച്ചീവ് ചെയ്യുമ്പോഴും ഓരോ ഇൻസെന്റീവ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുകയാണ്. കമ്പനി പറയുന്നു നിങ്ങൾ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഫസ്റ്റ് റാങ്ക് അച്ചീവർ ആകുന്നു. അപ്പോൾ നമ്മുടെ വോളിയം എത്രയാണ്? 4 ബൈനറി മാച്ച് ചെയ്യണം. 4 ബൈനറി മാച്ച് ചെയ്യുമ്പോൾ കമ്പനിയിലെ 1ാമത്തെ റാങ്ക്. അപ്പോൾ നമ്മൾ ഒരു 500 രൂപ നമുക്ക് ഇൻസെന്റീവ് കിട്ടുകയാണ്. അതുകൂടാതെ സീനിയർ മാർക്കറ്റിംഗ് ഓഫ് എക്സിക്യൂട്ടീവ് കമ്പനിയിലെ 2ാമത്തെ റാങ്ക്. 12 ബൈനറി മാച്ച് ചെയ്യുമ്പോൾ ആ ടൈമിൽ നമുക്ക് ഒരു 1000 രൂപ കൂടി എന്ത് ചെയ്യാണ്? ഇൻസെന്റീവ് കിട്ടുകയാണ്. അങ്ങനെ വീണ്ടും നമ്മൾ മാർക്കറ്റിംഗ് ഓഫീസർ ആകുന്നു. 3ാമത്തെ റാങ്ക്. 30 ബൈനറി മാച്ച് ചെയ്യുന്നു. അങ്ങനെ ഓരോ റാങ്കിലേക്ക് ഇങ്ങനെ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻസെന്റീവുകൾ എന്ന് പറയുന്നത് വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്നു. ടോട്ടൽ 14 റാങ്കിൽ നിന്ന് 10 കോടി രൂപ ഇൻസെന്റീവ് കിട്ടുന്ന ഒരു ഇൻസെന്റീവ് പ്രോഗ്രാം കൂടിയാണ്. നെക്സ്റ്റ് റീചാർജിന്റെ ലെവൽ ഇൻകം. ഞാൻ പറഞ്ഞു നമ്മൾ ഒരു ആക്റ്റീവ് യൂസർ ആയിട്ട് കടന്നു വന്നു. നമ്മൾ അങ്ങനെ വന്നതിന് ശേഷം നമ്മുടെ ടീമില് എല്ലാവരും ഒരു ഫ്രീ യൂസർ ആയിട്ട് വന്നാൽ പോലും കമ്പനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 2% വെച്ച് 20 ലെവലിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നു ഒരു ആക്റ്റീവ് യൂസറിന് മൊബൈൽ റീചാർജ് ബെനിഫിറ്റ്. സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം, നമ്മൾ ഒരു ആക്റ്റീവ് യൂസർ ആയിട്ട് വന്നു. നമ്മൾ 2 പേർക്ക് ഫ്രീ ആയിട്ട് ഈ ഓപ്പർച്യൂണിറ്റി കൊടുത്ത് ആ 2 പേരിൽ നിന്ന് ആരംഭിക്കുന്ന ഓരോരുത്തരും ഈ 2 പേർക്ക് കൊടുത്തിട്ട് അവരെല്ലാവരും ഓരോ റീചാർജ് സേവ് ആപ്പിലൂടെ ചെയ്യുകയാണെങ്കിൽ പോലും 2,93,601 രൂപ നമുക്ക് എല്ലാ മാസവും ഓരോ 28 ദിവസം കൂടുമ്പോഴും റീചാർജ് ഉള്ള കാലത്തോളം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഫാമിലി യൂസർ. കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ. ഫാമിലി യൂസർ തീർച്ചയായിട്ടും 2 തരത്തിലെടുക്കാം. പല ആളുകളും നമ്മുടെ ഫാമിലിക്ക് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഫാമിലി പാക്കേജ് പർച്ചേസ് ചെയ്യുന്നവരുണ്ട്. കാരണം പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾക്ക് ഒരാൾക്ക് മാത്രം ഒരു സാമ്പത്തിക അച്ചടക്കം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഫാമിലി എന്ത് വേണം? ഒരു മണി മാനേജ്മെന്റും ടൈം മാനേജ്മെന്റും എല്ലാം നമ്മൾ ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ്, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഫാമിലിക്ക് ഉപയോഗിക്കാൻ വേണ്ടി 3 ആപ്ലിക്കേഷൻ വാങ്ങിക്കുന്നവരുണ്ട്. അതുകൂടാതെ ഇതിന്റെ ബിസിനസിന്റെ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് ഫാമിലി പാക്കേജ് എടുക്കുന്ന ആളുകളുണ്ട്. എന്തിനാണ്? ഇതിന്റെ റഫറൽ ഇൻകം, ഇതിന്റെ ലെവൽ ഇൻകം, ഇതിന്റെ ടീം ബിൽഡിംഗ് കമ്മീഷൻ, ഇതിന്റെ ഇൻസെന്റീവുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വളരെയധികം പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ 3 ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യും.
നമുക്കറിയാം ഒരു ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു വർക്കിംഗ് ഐ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ 3 വർക്കിംഗ് ഐ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? 3 ആപ്ലിക്കേഷൻ വാങ്ങിക്കുന്നവരും ഈ സിസ്റ്റത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. 3 വർക്കിംഗ് ഐ നമുക്ക് എല്ലാ ഇൻകവും എൻജോയ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഞാൻ കൃത്യമായിട്ട് പറയാം, 3 ആപ്ലിക്കേഷൻ നമ്മൾ ഒരുമിച്ച് നമ്മുടെ പേരിൽ തന്നെ വാങ്ങിക്കുമ്പോഴാണ് നമ്മൾ ഒരു ഫാമിലി യൂസർ ആകുന്നത്. ഒന്നുകിൽ നമുക്ക് 3 സേവ് ആപ്പ് വാങ്ങിക്കാം, അല്ലെങ്കിൽ 2 സേവ് ആപ്പും ഒരു വണ്ടർ മാക്സ് വാങ്ങിക്കാം. അങ്ങനെ ഏത് തരത്തിലാണെങ്കിലും നമുക്കറിയാം സേവ് ആപ്പിന് വരുന്നത് GST അടക്കം 3999 ആണെങ്കിൽ ഇൻറ്റു ഏതൊക്കെയാണ് വാങ്ങിക്കുന്നത് അതാണ് അതിന്റെ പേയ്മെന്റ് വരിക. 3 സേവ് ആപ്പ് ആണെങ്കിൽ വരിക 11,997 രൂപ പ്ലസ് GST അടക്കം 14,157 ആണ്. ഒരു 2 സേവ് ആപ്പും ഒരു വണ്ടർ മാക്സ് ആണെങ്കിൽ 15,338 രൂപ വരും. ലൈഫ് ടൈം ആണ് കേട്ടോ, ഒരു വൺ ടൈം പർച്ചേസ് ആണ്. നമുക്ക് ഓൺലൈനിൽ തന്നെ പർച്ചേസ് ചെയ്യാം. നമ്മുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ UPI ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാൻ പറ്റും. അങ്ങനെ നമ്മൾ ഒരു വൺ ടൈം പർച്ചേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏതെല്ലാം തരത്തിൽ ഇൻകം ഏൺ ചെയ്യാം അല്ലെങ്കിൽ എൻജോയ് ചെയ്യാം. കമ്പനി പറയുന്നു 14,500 പർച്ചേസ് പോയിന്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ 3 വർക്കിംഗ് ഐ തരുന്നുണ്ട്. ഈ 3 വർക്കിംഗ് ഐഡിയിലും കമ്പനി പറഞ്ഞ എല്ലാ ഇൻകവും എൻജോയ് ചെയ്യാം. അതുകൂടാതെ റീചാർജിന്റെ ലെവൽ ഇൻകം 3% 20 ലെവൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നു. 3% 20 ലെവൽ. നമ്മൾ ഒരു ഫാമിലി യൂസർ ആയിട്ട് കടന്നു വന്നിട്ട് നമ്മൾ വെറും 2 പേർക്ക് ഈ പ്രോഗ്രാം ഫ്രീ ആയിട്ട് കൊടുത്താൽ പോലും റീചാർജിലൂടെ മാത്രം നമുക്കൊരു അൺലിമിറ്റഡ് ഒരു പാസീവ് ഇൻകം എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കൃത്യമായിട്ട് പറയാം, ഈ ഒരു സ്ക്രീനിൽ കാണിക്കുന്നത് 3% കിട്ടുന്നതാണ് കാണിക്കുന്നത്. 2 പേർക്ക് കൊടുത്താൽ 2 പേരിൽ നിന്ന് ആരംഭിക്കുന്ന ഓരോരുത്തരും ഓരോ റീചാർജ് ചെയ്താൽ കിട്ടുന്ന ഇൻകാണ് 4,40,000 ഒരു 20 ലെവൽ ടീം ഉണ്ടാക്കിയാല്. അല്ലെ, നമ്മൾ ഒറ്റയ്ക്കാണോ? ഒരിക്കലുമല്ല. നമ്മളുടെ കോണ്ടാക്റ്റുകൾ എത്രത്തോളം ഉണ്ട്? ഞാൻ പറയുന്നത് വെറും 2 പേർക്ക് കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഇതിന്റെ ഒരു വേറൊരു രീതിയിൽ ഞാൻ പറയാം, നമ്മുടെ വീട്ടിൽ എത്ര മൊബൈൽ റീചാർജ് ഉണ്ട്? ഒന്നാണോ ഉള്ളത്? ഒരിക്കലുമല്ല. നമ്മുടെ വീട്ടിൽ 2, 3, 4, 5, 10 ഒക്കെ റീചാർജുകൾ ഉണ്ട്. ഞാൻ ഒരു കാര്യം പറയാണ്, നമ്മൾ ഒരു ഫാമിലി യൂസറായി കടന്നു വന്നിട്ട് നമ്മൾ വെറും 2 പേർക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ റെഫറൽ ലിങ്ക് കൊടുക്കുകയാണ്. ആ 2 പേരെ കൊണ്ട് രജിസ്ട്രേഷൻ ചെയ്യിപ്പിക്കുകയാണ്. ആ 2 പേരെ കൊണ്ട് മിനിമം 4 റീചാർജ് വീതം നമ്മൾ സേവ് ആപ്പിലൂടെ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ, അവരുടെ റെഫറൽ ലിങ്ക് എടുത്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ, അവരെ കൊണ്ടും 4 റീചാർജ് വീതം ചെയ്യിപ്പിക്കുകയാണെങ്കിൽ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ 2 പേർക്ക് കൊടുക്കുന്നു, ആ 2 പേര് ഈ 2 പേർക്ക് കൊടുക്കുന്നു, ആ 4 പേര് ഈ 2 പേർക്ക് കൊടുക്കുന്നു, അങ്ങനെ 8 പേരാകുന്നു. ആ 8 പേര് ഈ 2 പേർക്ക് കൊടുക്കുമ്പോൾ 16 പേരാകുന്നു. ഇവരെല്ലാവരും 4 റീചാർജ് വീതം സേവ് ആപ്പിലൂടെ ചെയ്യുകയാണെങ്കിൽ ഒരു 20 ലെവൽ ടീം ഉണ്ടാക്കിയാൽ നമുക്ക് കിട്ടുന്ന ഇൻകത്തിന്റെ ഒരു പവർ എന്താണെന്നറിയോ? മിനിമം 17 ലക്ഷം രൂപ, 17.5 ലാക്ക് നമുക്ക് എന്ത് ചെയ്യാണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓരോ 28 ദിവസം കൂടുമ്പോഴും റീചാർജ് ഉള്ള കാലത്തോളം നമ്മളിലേക്ക് കിട്ടുന്ന ഒരു ഇൻകാണ്. എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് ഉണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രോബ്ലം ഉണ്ടോ? നമ്മൾ ഒരാളുടെ നിന്നും ഒരു പൈസ മേടിക്കുന്നില്ല, അല്ലേ? നമ്മൾ ഒരു ഫാമിലി യൂസർ ആകുന്നു. ബാക്കിയുള്ള ആളുകളൊക്കെ ഫ്രീ ആയിട്ട് വന്നാൽ കിട്ടുന്ന ഒരു കാര്യമാണ് ഈ പറയുന്നത്. പിന്നീട് ഇവരെല്ലാം വന്നു, അതിനുശേഷം ഇവരെല്ലാം ഒരു ആക്റ്റീവ് യൂസറും ഫാമിലി യൂസറായിട്ടൊക്കെ കടന്നു വരികയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? വളരെയധികം സാധ്യതയുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ്. ഇവിടെ 2 എന്നുള്ളതിന് പകരം നമ്മൾ ഒരു 10ഉം 20ഉം 100 പേർക്കൊക്കെ കൊടുക്കുകയാണെങ്കിലോ, ചിന്തിക്കാൻ പറ്റൂ. അതുകൂടാതെ ഒരു ഫാമിലി യൂസറായിട്ട് കടന്നു വരുന്ന വ്യക്തിക്ക് സീനിയോറിറ്റി ലെവലിൽ ഒരു നോൺ വർക്കിംഗ് ഇൻകം കൂടി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം നമ്മുടെ കമ്പനിയിൽ നിന്ന് നമുക്ക് ലഭിക്കുകയാണ്. ആദ്യം വരുന്ന ആളുകൾക്കാണ് അതിന്റെ ഒരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ഫാമിലി യൂസറായിട്ട് കടന്നു വരുന്ന ഓരോരുത്തരും കമ്പനിയുടെ ഒരു സിംഗിൾ ക്യൂവിലേക്ക് എൻട്രി ആവുന്നുണ്ട്. ഒരു സിംഗിൾ ക്യൂവിലേക്ക് എൻട്രി ആവുകയാണ്. ആദ്യം വരുന്നവരായിരിക്കും അതിലേക്ക് എൻട്രി ആവുന്നത്. അപ്പൊ സീനിയോറിറ്റി ലെവലിലാണ് നമുക്ക് ഈ ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്നത്.
കമ്പനി പറയുന്നു 3 ടൈമിലായിട്ട് നമുക്ക് എന്തുണ്ട് നോൺ വർക്കിംഗ് ഇൻകം കിട്ടുന്നത്. ആദ്യം കിട്ടുന്ന ഒരു നോൺ വർക്കിംഗ് ഇൻകം 12,000 രൂപയാണ്. രണ്ടാമത് കിട്ടുന്നത് 60,000 രൂപയാണ്. മൂന്നാമത് കിട്ടുന്നത് 2,40,000 രൂപയാണ്. ടോട്ടൽ 3,12,000 രൂപ ഒരു നോൺ വർക്കിംഗ് ഇൻകം ആയിട്ടും ഒരു ഫാമിലി യൂസറായിട്ട് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ സീനിയോറിറ്റി ലെവലിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു തരത്തിലും കമ്പനിക്കോ ഒരു തരത്തിലും ലീഡേഴ്സിനോ അതിന്റെ ടൈം പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മൾ വരുന്നത് ബിസിനസ് ചെയ്യാനും വരുമാനം ഉണ്ടാക്കാനും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് ഫാമിലി യൂസർ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നു അത്രയും ഫാസ്റ്റ് ആയിട്ട് അവരിലേക്ക് കിട്ടും എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ ഇന്ന് ഏൺ ചെയ്തിട്ടുണ്ട്. 12,000 കിട്ടിയ ആളുകളുണ്ട്, 60,000 കിട്ടിയ ആളുകളുണ്ട്. കൃത്യമായിട്ട് നമുക്ക് ഇതിന്റെ ഓരോ സ്റ്റെപ്പുകളും മോർണിംഗ് മീറ്റിംഗിലൊക്കെ കൃത്യമായി നമ്മൾ പറയുന്നുണ്ട്. അവിടെ വന്ന് നിങ്ങളുടെ കൃത്യമായുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് എങ്ങനെയാണ് 12,000 എത്തുന്നത്, എങ്ങനെയാണ് 60,000 എത്തുന്നത്, എങ്ങനെയാണ് 2,40,000 എത്തുന്നത്, ഇതെല്ലാം കൃത്യമായി നമുക്ക് അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ നമുക്ക് എന്തുണ്ട് പറഞ്ഞു തരുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ മോർണിംഗ് 6 മണിക്കുള്ള പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക. വീണ്ടും കമ്പനി പറയാണ് നിങ്ങൾ ലീഡേഴ്സിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ലീഡർഷിപ്പിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ ബിസിനസ് ബിൽഡ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ ടീം ബിൽഡിംഗ് കമ്മീഷൻ നിങ്ങൾക്ക് 10%, പിന്നീട് ഒരു 20%, പിന്നീട് ഒരു 30%, പിന്നീട് ഒരു 40%, പിന്നീട് ഒരു 50%. നേരത്തെ ഞാൻ പറഞ്ഞു 400 രൂപയാണ് നമ്മുടെ ബൈനറി ഇൻകം. 400-ൽ നിന്ന് 600 രൂപയിലേക്ക് എത്തുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു? ടോപ്പ് അപ്പ് ചെയ്യണോ? വേണ്ട. വീണ്ടും വീണ്ടും നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണോ? അങ്ങനത്തെ ഒരു പരിപാടി ഈ ഒരു സിസ്റ്റത്തിൽ ഇല്ല. ഓൺലി 1 ടൈം പർച്ചേസ് ചെയ്തുകൊണ്ട് ഈ പ്രോഗ്രാം നമ്മൾ ആരംഭിക്കുന്നു. ലൈഫ് ടൈം ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിലേക്ക് കടന്നു വന്നു. നമ്മുടെ കൂടെ വന്നിട്ടുള്ള 2 പേര്, ഒരാള് നമ്മുടെ റൈറ്റിലും ഒരാള് നമ്മുടെ ലെഫ്റ്റിലും, ഇങ്ങനെ ഈ 2 പേര് കമ്പനിയിലെ 1ാമത്തെ റാങ്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻകം എത്രയാണ്? 400 രൂപ ബൈനറി ഉള്ളത് 440 ആകുന്നു. നമ്മൾ ഒരു പില്ലേഴ്സ് ക്ലബിലേക്ക് എൻട്രി ആവുകയാണ്. അതുകൂടാതെ നമ്മൾ ഡയറക്റ്റ് കൊണ്ടുവന്ന 2 പേര് കമ്പനിയിലെ സെക്കൻഡ് റാങ്ക് 12 ബൈനറി മാച്ച് ചെയ്യുന്ന 2 പേരായിട്ടുണ്ടെങ്കിൽ അന്ന് മുതൽ നമുക്ക് 480 ആയിരിക്കും നമ്മുടെ ബൈനറി ഇൻകം. നമ്മൾ ഡയറക്റ്റ് കൊണ്ടുവന്ന 2 പേര് കമ്പനിയിലെ 3ാമത്തെ റാങ്ക് 30 ബൈനറി മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് മുതൽ നമുക്ക് 520 ആയിരിക്കും നമ്മുടെ ബൈനറി ഇൻകം. നമ്മൾ ഡയറക്റ്റ് കൊണ്ടുവന്ന 2 പേര് കമ്പനിയിലെ 4ാമത്തെ റാങ്ക് 80 ബൈനറി മാച്ച് ചെയ്യുന്ന 2 പേരെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് മുതൽ നമ്മുടെ ബൈനറി ഇൻകം 560 ആകും. അതേപോലെ തന്നെ നമ്മൾ ഡയറക്റ്റ് കൊണ്ടുവന്ന 2 പേര് കമ്പനിയിലെ 5ാമത്തെ റാങ്ക് 200 ബൈനറി മാച്ച് ചെയ്യുന്ന 2 പേരായിട്ടുണ്ടെങ്കിൽ അന്ന് മുതൽ നമ്മൾ 600 രൂപയിലേക്ക് എത്തിയിരിക്കുന്നു. ഓരോ പെർ മാച്ചിങ്ങിനും നമ്മൾ 10,000 ഉള്ളത് 15,000 രൂപയിലേക്ക് എത്തി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നെക്സ്റ്റ് CCM ബോണസ്. നമ്മൾക്ക് ഒരു കോർ കമ്മിറ്റി മെമ്പർ ആവാം. നമ്മൾ ഒരു ഫാമിലി യൂസർ ആകുന്നു. നമ്മൾ ഡയറക്റ്റ് 10 പേരെ സ്പോൺസർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിന്റെ കോർ കമ്മിറ്റി മെമ്പർ ആകുന്നു. എന്താണ് നമുക്ക് കിട്ടുന്ന വരുമാനം? നമ്മൾക്ക് നമ്മുടെ ബിസിനസ് നടക്കുമ്പോൾ നമ്മുടെ വരുമാനം, നമ്മുടെ റഫറൽ ഇൻകം, നമ്മുടെ ലെവൽ ഇൻകം, നമ്മുടെ മാച്ചിങ് എത്ര രൂപയാണോ ഒരു മാസം നമുക്ക് കിട്ടുന്നത് അതിന്റെ 5% നമുക്ക് മന്ത്ലി ഇൻകം ആയിട്ടും ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്, എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുകൂടാതെ കമ്പനിയിൽ ടോട്ടൽ നടക്കുന്ന മൊബൈൽ റീചാർജ്, അതിലൂടെ കമ്പനിക്ക് കിട്ടുന്ന വരുമാനം, ആ വരുമാനത്തിന്റെ 10% മാറ്റി വെച്ചുകൊണ്ട് എത്ര പേരാണോ ഈ ഒരു സിസ്റ്റമിലുള്ളത് അവർക്ക് എല്ലാവർക്കും തുല്യമായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം, മൊബൈൽ റീചാർജ് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ. ചെറിയൊരു പ്രോഗ്രാം അല്ല. നാളുകളിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനും എല്ലാവരും ഏൺ ചെയ്യുന്ന രീതിയിലേക്ക് എത്തുന്ന സമയത്ത് ആരൊക്കെയാണ് കോർ കമ്മിറ്റി മെമ്പർ ആയിട്ടുള്ളത് അവർക്കെല്ലാം ഭാവിയിൽ നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. ഒരുപാട് വലിയ ലക്ഷങ്ങളും കോടികളും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനല്ല പറയുന്നത്. നമ്മൾ ഒരു ഫാമിലി യൂസർ, വെറും 10 പേര് ഫാമിലി യൂസർ ആയിട്ടുണ്ടെങ്കിൽ നമ്മളിലേക്ക് എത്താൻ പോകുന്ന ഒരു അവസരമാണ്.
അത് കൃത്യമായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഇതുകൂടാതെ കമ്പനിയുടെ നെക്സ്റ്റ് കമ്മിങ് സൂൺ പ്രോഗ്രാം ഉണ്ട്. അതിലൂടെ കമ്പനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ഈ കോർ കമ്മിറ്റി മെമ്പേഴ്സിന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കൂടി ലഭിക്കുന്നുണ്ട്. നെക്സ്റ്റ് DCM. നമ്മൾ ഒരു കോർ കമ്മിറ്റി മെമ്പർ ആകണം. അതേപോലെ നമ്മൾ ഡയറക്റ്റ് കൊണ്ടുവന്ന 10 പേര് കോർ കമ്മിറ്റി മെമ്പർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു DCM ആകാൻ പറ്റുന്നു. നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 10% മന്ത്ലി ഇൻകം ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സേവ് ആപ്പ് എന്ന് പറയുന്ന പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ ഫുൾ ലൈവ് ആണ്. നമുക്ക് എല്ലാവർക്കും അത് ഉപയോഗിക്കാം. കമ്പനി അതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മുടെ ബഡ്ജറ്റും വാലറ്റും അസറ്റും അതുപോലുള്ള നമ്മുടെ മണി മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ്, പേഴ്സണാലിറ്റി ഇതെല്ലാം ഫുൾ ലൈവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. വണ്ടർ മാക്സ് കുട്ടികൾക്ക് പഠിക്കാനുള്ള ആപ്ലിക്കേഷൻ ഫുൾ ലൈവ് ആണ്. അതേപോലെ നമ്മുടെ ബിസിനസ് പേ ഔട്ടുകൾ ഡെയിലി പേ ഔട്ട് ആണ്, വീക്ക്ലി പേ ഔട്ട് ഉണ്ട്, അതേപോലെ മന്ത്ലി പേ ഔട്ട് ഉണ്ട്. അത്തരത്തിലുള്ള എല്ലാ സിസ്റ്റവും ഫുൾ റൺ ആണ്. എല്ലാ ദിവസവും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അതുകൂടാതെ മിനി വെബ്സൈറ്റിന്റെ കാര്യം പറഞ്ഞു, അതെല്ലാം ഫുൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു. നമ്മുടേതായ ബിസിനസ് ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ലോഡ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാം. എല്ലാം ഫുൾ ലൈവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വരാൻ പോകുന്ന ഒരു പ്രോഗ്രാം എല്ലാം ഇതുവരെ ഞാൻ പറഞ്ഞത്. ഇനി കമ്മിങ് സൂണിലുള്ള ഒരു പ്രോഗ്രാമാണ് Safeguard.in. സേവ് കാർഡ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമ്മുടെ ഈ കമ്പനിയുടെ തന്നെ സ്വന്തമായിട്ടുള്ള നെക്സ്റ്റ് ഒരു പ്രോഗ്രാം വരാൻ പോവുകയാണ്. എന്താണെന്ന് നോക്കാം. ഈ ഒരു സേവ് കാർഡ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ടാകും. ഈ പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പർച്ചേസ് പോയിന്റ് ഉപയോഗിച്ച് വാങ്ങിക്കുന്ന ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഈ ഒരു സേവ് കാർട്ടിൽ മൊബൈലുകൾ, ലാപ്ടോപ്പുകൾ, അതേപോലെ തന്നെ നമ്മുടെ ഡ്രസ് ഐറ്റംസുകൾ, അതുപോലെ ഒരുപാട് ഐറ്റംസുകൾ ഈ ഒരു കാർട്ടിൽ വരുന്ന സമയത്ത് ഇപ്പൊ നമുക്കറിയാം ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വരുമ്പോ നമുക്കൊരു 500 പർച്ചേസ് പോയിന്റ് ലഭിക്കുന്നുണ്ട്. രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 500 പർച്ചേസ് പോയിന്റ്. നിങ്ങൾ ഓരോരുത്തരും MySaving.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ പർച്ചേസ് വാലറ്റ് ഉണ്ട്. ആ വാലറ്റിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ 500 പർച്ചേസ് പോയിന്റ്. നമ്മൾ ഡയറക്റ്റ് സ്പോൺസർ ചെയ്യുമ്പോൾ ഓരോ സ്പോൺസർ ചെയ്യുമ്പോഴും 100 പർച്ചേസ് പോയിന്റ് വെച്ച് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും റെഫർ ചെയ്യാം. ഓരോ ഡയറക്റ്റിനും 100 പർച്ചേസ് പോയിന്റ് വെച്ച് ലഭിക്കുന്നുണ്ടെങ്കിൽ എത്ര പേർക്ക് കൊടുക്കുന്നു? ഇൻറ്റു 100 കിട്ടുമ്പോൾ ഈ പർച്ചേസ് പോയിന്റ് ഒക്കെ ഉപയോഗിച്ച് ഈ കാർട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? അതിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ഈ പർച്ചേസ് പോയിന്റ് ഉപയോഗിക്കാൻ പറ്റും. കമ്പനി പറയുന്നു നിങ്ങൾ ഒരു ഫ്രീ യൂസറാണ്. നിങ്ങൾ ഒരു ഫ്രീ യൂസറായിട്ട് നിങ്ങൾ കടന്നു വന്ന് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരാഴ്ച ടൈം തരികയാണ്. നമുക്കറിയാം എല്ലാ ദിവസവും 3 നേരം മീറ്റിംഗ് ഉണ്ട്. അതുകൂടാതെ നമുക്ക് റൈറ്റപ്പ്, വോയിസ്, PDF, വീഡിയോസുകളും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്തുണ്ട്? കമ്പനി വിസിറ്റ് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് അവസരമുണ്ട്. കമ്പനി പറയുന്നു നിങ്ങൾ ഈ കമ്പനിയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ വേണ്ടി ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ തയ്യാറായിട്ട് നിങ്ങൾ ഈ സിസ്റ്റം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ ഒരു ആക്റ്റീവ് യൂസർ ആവുകയാണെങ്കിൽ ഒരു 4000 പർച്ചേസ് പോയിന്റ് കമ്പനി നമുക്ക് ഓഫർ ചെയ്യാണ്. 4000 പർച്ചേസ് പോയിന്റ്. ഇനി ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് പഠിക്കാൻ പറ്റിയില്ല, നമ്മൾ ബിസി ആയിപ്പോയി, തിരക്കായിപ്പോയി, നമ്മൾ ഒരു 14 ദിവസത്തിനുള്ളിൽ ഈ ഒരു സിസ്റ്റം മനസ്സിലാക്കുകയാണെങ്കിൽ കമ്പനി പറയാണ് നിങ്ങൾ 14 ദിവസത്തിനുള്ളിൽ ആക്റ്റീവ് യൂസർ ആവുകയാണെങ്കിൽ 14 ദിവസത്തിനുള്ളിൽ ആക്റ്റീവ് യൂസർ ആവുകയാണെങ്കിൽ 2000 പർച്ചേസ് പോയിന്റ് നമ്മൾക്ക് കമ്പനി തരുന്നു. ഒരു പർച്ചേസ് പോയിന്റ് എന്ന് പറയുന്നത് 1 രൂപയാണ് കേട്ടോ. 2000 പർച്ചേസ് പോയിന്റ് എന്ന് പറയുമ്പോൾ 2000 രൂപ വിലയുള്ള പ്രൊഡക്റ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് അവിടെ ലഭിക്കുന്നത്. തീർച്ചയായിട്ടും ശരിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നു. വീണ്ടും ഞാൻ പറയാണ്, ലാസ്റ്റ് വന്ന ആളുകൾ അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്നതിന് വേണ്ടി പറയുന്നു, കമ്പനി ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനിയാണ്. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനിയാണ്. 26ാമത്തെ വർഷത്തിലേക്ക് കിടക്കുന്നു. അവിടെ ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കയിലൊക്കെ ഒരുപാട് കസ്റ്റമർ ബേസ് ഉള്ള ഒരു IT കമ്പനിയാണ്. ആ കമ്പനിയുടെ ഒരു ഡിജിറ്റൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്കറിയാം പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഏത് കാലത്തും അത്യാവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. വണ്ടർ മാക്സ് ആണെങ്കിലും അതേപോലെ തന്നെ കുട്ടികൾക്കും ടീച്ചേഴ്സിനും ഒക്കെ ആവശ്യമുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. നമുക്കറിയാം നമുക്ക് വേൾഡ് വൈഡ് നമുക്ക് മാർക്കറ്റ് ചെയ്യാം നമ്മുടെ ഈ പ്രൊഡക്റ്റ്. അതുകൂടാതെ
ഇതിന്റെ പ്ലാന് നമ്മൾ കേട്ടു അല്ലെ. ഏത് തരത്തിൽ പോയാലും നല്ല രീതിയിൽ വരുമാനം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഈ ബിസിനസ് പ്ലാന്. നമുക്ക് ഒരു തരത്തിലും എന്തില്ല, ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. ബിസിനസിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നില്ല കേട്ടോ. ഒരാളും, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. കമ്പനി പറയുന്നു നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീരുമാനിക്കുന്ന ഒരു ആക്റ്റീവ് യൂസർ, നിങ്ങൾ തീരുമാനിക്കുന്ന ഒരു ഫാമിലി യൂസർ, അതിന് രണ്ടിനും പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ യൂസർ ആയിട്ട് ബിസിനസ് ചെയ്യാം, വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ച് പറയുന്നു അല്ലേ. ഒരിക്കലും അതൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ല, നമ്മൾ ഇതിലേക്ക് കടന്നു വരുന്നതിനുള്ള ഒരു ക്രൈറ്റീരിയ ആണ്. ലൈഫ് ടൈം ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ്, ലൈഫ് ടൈം ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ്. അതേപോലെ തന്നെ നമുക്കറിയാം ഫാസ്റ്റ് പേ ഔട്ട് ആണ്. ഇന്ന് നമ്മൾ റഫൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ ബാങ്ക് ടൈമില് നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടുന്ന കാശാണ്. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം. തീർച്ചയായിട്ടും ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാര്യം. എന്താണ്? നമ്മുടെ സേവ് ആപ്പ് തികച്ചും ഒരു പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ ആണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും കൊണ്ടുവരാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. ഞാൻ അതിലുള്ള കണ്ടന്റുകൾ അതിൽ ഉപയോഗിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റം കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ചെറിയ രീതിയിൽ ഞാൻ ഒന്ന് പറയാം. നമ്മുടെ സേവ് ആപ്പിൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. നമ്മുടെ വരവ്, നമ്മുടെ ചെലവുകള്. തീർച്ചയായിട്ടും ഓരോ മാസത്തിലെ വരുമാനം, അതിലെ ചെലവുകൾ മനസ്സിലാക്കി നിയന്ത്രണം കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൊണ്ട് നമ്മളെ സഹായിക്കുന്നത്. ഒന്നും കൂടി പറയാം, ഓരോ മാസത്തിലെ വരുമാനവും ചെലവുകളും മനസ്സിലാക്കിയിട്ട് നിയന്ത്രണം കൊണ്ടുവരാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് സേവ് ആപ്പിലെ ഒരു പേയ്മെന്റ് റെസിപ്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം കൊണ്ട് നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. രണ്ടാമത് ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. മാസത്തേക്കും വർഷത്തേക്കും ആവശ്യമായിട്ട് വരുന്ന വിവിധ തരത്തിലുള്ള ചെലവുകള് മുൻകൂട്ടി വേർതിരിച്ച് സെറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് സേവ് ആപ്പിൽ ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൊണ്ട് നമുക്ക് സപ്പോർട്ട് ആകുന്നത്. മൂന്നാമത് വാലറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഓരോ മാസം ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്ന തുക മുൻകൂട്ടി വാലറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ചെലവ് ചെയ്യുന്നതിനനുസരിച്ച് എത്ര നീക്കിയിരിപ്പുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അതുകൂടാതെ മൈ ഡയറി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം, എന്താണ് മൈ ഡയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ചിന്തകള്, അതേപോലെ തന്നെ ജീവിതത്തിൽ നടക്കുന്ന പ്രധാന സംഭവങ്ങള്, ഇതെല്ലാം ശബ്ദം നൽകിക്കൊണ്ട് എഴുത്ത് രൂപത്തിൽ സൂക്ഷിക്കാൻ വേണ്ടി സേവ് ആപ്പിൽ മൈ ഡയറി എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൊണ്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജുകളിലേക്ക് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ മൈ ടാസ്ക് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വരും ദിവസങ്ങളിലെ പ്രധാന പരിപാടികളിൽ നമുക്ക് ഒരുപാട് പരിപാടികളുണ്ട്, ഒരുപാട് പ്രോഗ്രാമുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രോഗ്രാമുകളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സമയാസമയങ്ങളിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു മൈ ടാസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ മൈ ഡ്രീം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. നമ്മൾ എല്ലാവർക്കും ഡ്രീം ഉണ്ട്. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അത് വാങ്ങിക്കണം, ഇത് വാങ്ങിക്കണം എന്നുള്ളതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്താണോ അത് കൃത്യമായി നമ്മൾ ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും മൈ ഡ്രീം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനുള്ളിലുണ്ട്. എന്താണ്? നമ്മുടെ ജീവിത സ്വപ്നങ്ങള് അത് യാഥാർത്ഥ്യമാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് മൈ ഡ്രീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ അസറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. എന്താണ്? നമ്മുടെ സ്വത്തുക്കൾ എത്രയാണെന്നും അത് ഏതൊക്കെയാണെന്നും നമ്മളെ ബോധ്യപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഈ ഒരു അസറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് എന്തിനാണ്? ഇത് നമ്മുടെ ആത്മധൈര്യത്തെ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു അസറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ലയബിലിറ്റീസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. നമ്മുടെ ബാധ്യതകൾ എന്തൊക്കെയാണ്, അതിന്റെ തവണകളൊക്കെ എപ്പോഴാണ്, അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുന്നു എന്നുള്ളതാണ് ലയബിലിറ്റീസ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇൻഷുറൻസ്, തീർച്ചയായിട്ടും എന്താണ് ഇൻഷുറൻസ്? നമുക്കറിയാം, നമ്മുടെ ഫ്രണ്ട്സുകള്, നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ വന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്കീം എടുക്കും അല്ലെ. നമ്മള്
ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യും, ഇൻഷുറൻസിൽ ജോയിൻ ചെയ്യും. 1, 2, 3 മാസമൊക്കെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യും, നമ്മൾ അത് കൃത്യമായിട്ട് അടക്കും. പിന്നീട് നമ്മൾ ആ വന്ന ആള് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് നമ്മൾ അവരുടെ ടാർഗറ്റിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് 2, 3 മാസം കഴിഞ്ഞാൽ അവർ നെക്സ്റ്റ് ഒരു പ്രോഗ്രാമിലേക്ക് പോകും, അല്ലെങ്കിൽ പ്രൊമോഷൻ ആകും. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് അത് ഇട്ട് വീണു പോകുന്നു, പിന്നെ അടക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ സഹായിക്കുകയാണ് നമ്മുടെ സേവ് ആപ്പ്. എന്താണ്? വിവിധ തരത്തിലുള്ള നമ്മുടെ ഇൻഷുറൻസ് സ്കീം, അതിന്റെ പ്രീമിയം, അതിനെ പറ്റിയൊക്കെ എന്ത് ചെയ്യാണ്, അതിന്റെ അടവ് സമയത്തൊക്കെ പറ്റി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു ഭാഗം കൊണ്ട്, അല്ലെങ്കിൽ ഒരു ഫീച്ചർ കൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതുകൂടാതെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. എന്താണെന്ന് കൃത്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വിവിധ തരത്തിൽ ഒരുപാട് നിക്ഷേപങ്ങൾ ഉണ്ടാവും നമുക്ക്. അത് എന്തൊക്കെയാണ്, എവിടെയാണ്, ഇതിനെയൊക്കെ കുറിച്ചെല്ലാം ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൊണ്ട് നമ്മളെ സഹായിക്കുന്നത്. അതുകൂടാതെ വിസിറ്റിംഗ് കാർഡ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് കേട്ടോ നമ്മുടെ സേവ് ആപ്പില്. സേവ് ആപ്പില് വിസിറ്റിംഗ് കാർഡ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് നോക്കാം. നമ്മൾ ഡിജിറ്റലായിട്ട് നമുക്ക് എത്ര വിസിറ്റിംഗ് കാർഡ് വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ വെക്കാം, നമ്മുടെ ഫോട്ടോസോ കമ്പനിയുടെ ലോഗോ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് എന്താണ് നമ്മുടെ സ്ഥാപനത്തിൽ അതിലൂടെ നൽകുന്ന സേവനം, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫാസ്റ്റ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അൺലിമിറ്റഡ് ആയിട്ട് വിസിറ്റിംഗ് കാർഡ് ഉണ്ടാക്കാനുള്ള ഒരു അവസരമുണ്ട്. അതുകൂടാതെ പാസ്വേഡ് മാനേജർ, നമ്മൾക്കറിയാം ഇന്ന് ഒരു ഡിജിറ്റൽ കാലഘട്ടമാണല്ലേ, ഒരുപാട് പാസ്വേഡുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇതെല്ലാം വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ ഡോക്യുമെന്റ് മാനേജർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. നമുക്കറിയാം ഒരുപാട് അത്യാവശ്യം വരുന്ന സമയത്ത് ഇങ്ങനെ തപ്പി നടക്കാറുണ്ട് നമ്മളല്ലേ. ഫോണിലുണ്ടെങ്കിൽ പോലും നോക്കിയാലും കിട്ടൂല, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇവിടെ പറയാണ് കമ്പനി എന്താണ്, ഡോക്യുമെന്റ് മാനേജർ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മുടെ നിത്യജീവിതത്തിൽ ആവശ്യമായിട്ട് വരുന്ന രേഖകളൊക്കെ ഒരേ ഒരു സ്ഥലത്ത് സൂക്ഷിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു സേവ് ആപ്പ്. തീർച്ചയായിട്ടും പല ആളുകൾക്കും സംശയം ഉണ്ടാകും, സേഫ് ആണോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഞാൻ ഓപ്പൺ ആയിട്ട് പറയാണ്, നമ്മുടെ മൊബൈൽ എത്ര കണ്ട് സേഫ് ആണോ അത്ര കണ്ട് സേഫ് ആണ്. ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇതിലില്ല. ഒരു പരസ്യം കാര്യങ്ങളോ ഒന്നും കയറി വരുന്നില്ല. നമ്മുടെ ഫോണിൽ നമ്മൾ എത്രത്തോളം സേഫ് ആണോ അത്ര കണ്ട് സേഫ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഗൂഗിൾ ക്രോമിലേക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും, അതിൽ നിന്ന് തിരിച്ചെടുക്കാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇതാണ് എന്ത്, ഡോക്യുമെന്റ് മാനേജർ എന്ന് പറയുന്നത്. ഇത് കൂടാതെ വെബ്സൈറ്റ് ലിങ്ക് ഉണ്ട്. നമുക്ക് വെബ്സൈറ്റ് ലിങ്ക് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ വെബ്സൈറ്റ് ലിങ്കില് നമുക്കറിയാം ഇന്ന് ഒരുപാട് ലിങ്കുകളുള്ള കാലാണല്ലേ, അതെല്ലാം നമുക്ക് അതിൽ കൊടുന്ന് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അതുകൂടാതെ നമുക്കൊരു എമർജൻസി നമ്പർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് സേവ് ആപ്പില്. എമർജൻസി നമ്പർ എന്താണെന്ന് കൃത്യമായിട്ട് ഞാൻ പറയാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എമർജൻസി നമ്പറുകളൊക്കെ നോക്കുന്നത്. എത്രത്തോളം നമ്പറുകളുണ്ടോ അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ സേവ് ആപ്പിൽ നമുക്ക് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൾ ബട്ടൺ അമർത്തിയിട്ട് കോൾ ചെയ്യാനൊക്കെ സപ്പോർട്ട് ആകുന്ന വിധത്തിലാണ് കമ്പനി ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും 16ഓളം ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരേ ഒരു ആപ്ലിക്കേഷനുള്ളിൽ വളരെ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തില്, ഏത് ഭാഷയിലും ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തില്, അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് വരെ കൃത്യമായി അതിനുള്ളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ഓരോ സ്റ്റെപ്പ് ഉപയോഗിക്കണം അതിന്റെ ട്യൂട്ടോറിയൽ അതിനുള്ളിൽ തന്നെ കൊടുത്തിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും 26ാമത്തെ വർഷത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന IT കമ്പനി സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന IT കമ്പനിയുടെ സ്വന്തമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു പേഴ്സണൽ മാനേജ്മെന്റ്. ഇന്നല്ലെങ്കിൽ നാളെ ലോകത്തിൽ മൊബൈൽ ഉപയോഗിക്കുന്ന എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് മാറും നമ്മുടെ ഈ ഒരു സേവ് ആപ്പ്. അത് നമ്മളിലൂടെ എല്ലാവരും ഒരു ഫോളോ അപ്പിലൂടെ എല്ലാവരിലേക്കും ഒരു സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവന്നുകൊണ്ട്, ഒരു നല്ലൊരു സപ്പോർട്ട് ചെയ്തുകൊണ്ട്, നല്ലൊരു ഫോളോ അപ്പ് ചെയ്തുകൊണ്ട്, അതിലൂടെ ഒരു വരുമാനം എൻജോയ് ചെയ്തുകൊണ്ട് അവർക്ക് എല്ലാവർക്കും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ്
ഈ ഒരു ഇന്റഗ്ര എന്ന ബ്രാൻഡിൽ അറിയപ്പെടുന്ന ഈ ഒരു IT കമ്പനി നമ്മളിൽ അവതരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വളരെ ഇഷ്ടത്തോടു കൂടി ഈ പ്രോഗ്രാം ഏറ്റെടുക്കുകയാണെങ്കിൽ, നിങ്ങൾ ഒരു നല്ലൊരു വരുമാനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, നല്ലൊരു ബിസിനസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്നും ഏത് കാലത്തും ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ കൂടെ വരുന്നവർക്ക് നല്ലൊരു വരുമാനം വാങ്ങിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളെ എല്ലാവരെയും ഈ ഒരു IT കമ്പനിയിലേക്ക്, ഈ ഒരു സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന IT കമ്പനിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫ്രീ യൂസറായിട്ട് കടന്നു വരാം, അതല്ലെങ്കിൽ ആക്റ്റീവ് യൂസറായിട്ട് കടന്നു വരാം, അതുമല്ലെങ്കിൽ ഫാമിലി യൂസറായിട്ട് കടന്നു വരാം. നിങ്ങൾ തീരുമാനിക്കുന്നു ഏത് തരത്തിൽ വരണമെന്ന്. അതിന്റെ സീനിയോറിറ്റി മനസ്സിലാക്കിക്കൊണ്ട് ഫാസ്റ്റ് ആയിട്ട് ലൈഫ് സക്സസ് ആക്കണം, നല്ല രീതിയിൽ ഫാമിലിയുമായിട്ട് എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു ആൾ.